മിക്കവാറും എൻ്റെ എല്ലാ വീഡിയോകളും വൈറലാണ്. ഞാൻ അത്തരത്തിൽ ചെയ്യുന്ന പ്രൊമോഷൻ ചെയ്യുന്നതായാലും ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിയാൽ ഈ 1 മില്യണിന് താഴെയുള്ള വീഡിയോസ് തന്നെ കുറവാണ്. ഇടുന്ന വീഡിയോസ് എല്ലാം അത് പ്രത്യേകിച്ച് ബാറിൻ്റെ ആയാലും റെസ്റ്റോറൻ്റ് ആയാലും അപ്പോൾ അത്തരം വീഡിയോകൾ ഏത് വീഡിയോ ഇട്ടാലും അതായതുകൊണ്ട് അത്തരത്തിൽ നമ്മളുടെ വീഡിയോ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പം അതിൽ ഇതിപ്പോൾ ഞാൻ ഈ 3 പെറ്റി കേസാണ് എടുത്തിരിക്കുന്നത്. കേസ് എടുത്ത് നിസ്സാരമായി 500 അല്ലെങ്കിൽ 1500 അല്ലെങ്കിൽ 3000 മാക്സിമം അത്രയൊക്കെ വരുള്ളൂ. ആ ഫൈൻ വെച്ച് കളയാനുള്ള കേസ് അതിനെതിരെ ഞാൻ ഹൈക്കോടതിയിൽ പോയി FIR ആവശ്യം ഹൈക്കോടതി കേസ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പോസിറ്റീവ് ഇതെന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായ നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള വീഡിയോ എടുത്തത്. കാരണം അതിൽ എഴുതിയിട്ടുണ്ട് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ്. സിനിമയിലും സീരിയലുകളിലും ഒക്കെ മദ്യപാന രംഗങ്ങൾ കാണിക്കില്ല. ഇതൊന്നും എഴുതി കാണിച്ചു എന്ന് കരുതിയിട്ട് ഈ കുടിക്കേണ്ടവൻ കുടിക്കാതിരിക്കുന്നില്ലല്ലോ. ഇത്രയും വലിയൊരു മണ്ടത്തിനും വേറെ അതത്ര നമ്മൾ പ്രൊമോട്ട് ചെയ്തിരുന്നാലും കുടിക്കാതിരുന്നവർ കുടിക്കുമല്ലോ. പക്ഷെ ഇത് ഇങ്ങനെയാണ്. നമുക്ക് ഒരാളോട് വ്യക്തിപരമായിട്ട് മേ ബി ഞാൻ എക്സൈസിന്റെ ഇതിനും ഇത് കൊടുക്കാൻ പോകണമല്ലോ, മൊഴി എടുക്കാൻ പോകണമല്ലോ. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറയുന്നത്, ഈ പുള്ളി സീനിയർ ഉദ്യോഗസ്ഥനാണ്, പുള്ളി പറയുന്നത് എനിക്ക് നിങ്ങളോട് കടുത്ത അമർഷവും ദേഷ്യവും, അത് സാറിന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് യാതൊരു ബന്ധവും. അതൊന്നുമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതൊരു JD പോലും അടിച്ചിട്ടില്ല. നിങ്ങൾ ഡെയിലി ഒരു 10-20 ബോട്ടിലുമായിട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നു, നിങ്ങൾ മറ്റേ 8 ലക്ഷം രൂപയുടെ മദ്യം അടിക്കുന്നു, 10 ലക്ഷം രൂപയുടെ മദ്യം അടിക്കുന്നു. ഇതൊക്കെ ഇവിടെ ഓരോ ആൾക്കാർ പിന്നെ ഒരു ജവാൻ മേടിക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പോഴാണ് നിങ്ങൾ ചെയ്തത്. പുള്ളി തമാശ രൂപയുടെ പറഞ്ഞതാണ് പുള്ളി. പക്ഷെ പുള്ളി പറയുന്നത് എൻ്റെ നാട്ടിൽ ഏറ്റവും പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ. നന്നായിട്ട് പഠിച്ചു, PSC ടെസ്റ്റ് എഴുതി ജോലി വാങ്ങി, എക്സൈസിൽ ജോലി വാങ്ങി പ്രൊമോട്ടഡായി, ഇപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥനായി, ഇപ്പോൾ റിട്ടയർ ആകാൻ പോവാണ്. എനിക്കത് ഇപ്പോൾ റിട്ടയറായി കാണും പുള്ളി. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ JD അടിച്ചിട്ടില്ല. അപ്പോൾ ഡെയിലി നിങ്ങൾ ഇത്തരം പ്രീമിയം മദ്യമായി കാണിക്കുന്ന അഭ്യാസങ്ങൾ കാണുമ്പോൾ അല്ല, അത് ശരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ 4 പേരെടുത്ത് ഷെയർ ചോദിക്കുന്നവൻ്റെ കാര്യം അവനെ അറിയാമോ? അവൻ നോക്കുമ്പോൾ എന്താണ് ഇത് അടിക്കുന്നു, ജഡ്ഡാനിയിൽ കൊണ്ടുവരുന്നു, അത് കൊണ്ടുവരുന്നു, ഇത് കൊണ്ടുവരുന്നു, അടിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ഉള്ളരിയും. അത്രേ അല്ല ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കാര്യമല്ല, സാധാരണ മറ്റുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞത്. സ്വാഭാവിക തമാശ രൂപയുടെ പുള്ളി വളരെ തമാശ രൂപയുടെ പറഞ്ഞു. അപ്പോൾ അത്തരം എനിക്ക് പോലും നിങ്ങളോട് ദേഷ്യമാണെന്ന് പുള്ളിയോട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ സാറിന് എനിക്കൊരു പരിചയമില്ല, ഒരു മുൻപരിചയമില്ല, എനിക്ക് യാതൊരു ബന്ധമില്ല, നിങ്ങളെ ഞാൻ കണ്ടിട്ടുകൂടിയില്ല. ആദ്യം ഞാൻ മൊഴിയെടുക്കാൻ പോകുന്നത് കൊട്ടാരക്കരയാണ്. അപ്പോൾ അവിടെ കേസ് ആദ്യം എടുത്ത കൊല്ലത്താണെങ്കിൽ മൊഴിയെടുക്കാൻ പോകുന്ന കൊട്ടാരക്കര. വളരെ തമാശയായിരുന്നു. അവരെല്ലാം വളരെ സ്വന്തം സെൽഫി ഒക്കെ എടുത്തിട്ടാണ് എന്നെ വിട്ടത്. വളരെ സ്നേഹത്തോടെ എൻ്റെ മോനെ കൊണ്ടേ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പുള്ളികളല്ലേ ഫാനാണെന്നൊക്കെ അങ്ങനെ വലിയ രസകരമായിട്ടുള്ള. അപ്പം അതിനുശേഷം പിന്നീട് അതിനുശേഷം എന്തുണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട്? ഇപ്പൊ കേസ് കോടതിയിലാണല്ലോ. ഫൈൻ അടച്ചാൽ തീരാന്നുള്ള കേസും. പക്ഷെ ഞാൻ ഫൈൻ അടയ്ക്കില്ല. ഫൈൻ അടയ്ക്കാൻ കാരണം ഞാൻ ഗ്രോവാസു ചേട്ടനെ പോലെ, ഗ്രോവാസു ചേട്ടൻ്റെ അടുത്ത് ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. ചേട്ടൻ ഫൈൻ അടച്ചില്ല, ചേട്ടൻ ജയിലിൽ പോയി കിടന്നു. അത് ഗ്രോവാസു എനിക്കറിയാം. ഇത് എൻ്റെ ഒരു നിയമപരമായിട്ടുള്ള അല്ല, അത് റൈറ്റാണ്, താങ്കളുടെ റൈറ്റാണ്. തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ളൊരു കീഴ്വഴക്കമാണ്. താങ്കളത് ചെയ്താൽ അതൊരു വലിയ വിജയമായിരിക്കുമെന്ന്, അത് കോടതിയുടെ വിധി അനുകൂലമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ചെയ്ത് തെറ്റാണോ എന്ന് പറയേണ്ടത് ഇവിടുത്തെ ജനങ്ങളോ അല്ലെങ്കിൽ എക്സൈസോ പോലീസോ ഒന്നും അല്ല, കോടതിയാണ്. കോടതിക്ക് ശരി തോന്നണം. അപ്പം എൻ്റെ ഇതിൽ ഞാനതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കമ്പനിയുടെ CEO ആയിരുന്ന സമയത്താണ് ആ വീഡിയോ ചെയ്തത്. അത് ഞാനൊരു യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ്, ഒരു കമ്പനിയുടെ CEO ആണ് ഇപ്പോൾ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മദ്യം പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യം എനിക്കില്ല. ഞാനൊരു മദ്യ വ്യവസായി ഒന്നുമല്ല. പക്ഷേ നമ്മളുടെ ഒരു ജോലിയുടെ ഭാഗമായി നമ്മൾ പല സ്ഥലങ്ങളിൽ പോവുകയും പല കാര്യങ്ങൾ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നു പോയതാണ്. അപ്പോൾ അതൊരു മനഃപൂർവ്വമുള്ള ഇൻറ്റൻഷനോടുകൂടി ചെയ്തതല്ല എന്ന് ഞാൻ ബോധ്യപ്പെടുത്താൻ വക്കീൽ മുഖാന്തരം ശ്രമിച്ചു. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് ഞാൻ വേറൊരു സംഭവം കൂടെ ചെയ്തു. ഇപ്പോൾ ലോ അക്കാഡമി കയറി LLB പഠിക്കാനും ചേർന്നു. ലോ പഠിക്കാൻ അല്ല, അതിനിടയ്ക്ക് ചോദിച്ചോട്ടെ, MBA റാങ്ക് ഉണ്ടായിരുന്നല്ലേ? അല്ലേ, റാങ്ക് ഹോൾഡറാണ്. അപ്പോൾ തുടക്കം മുതലേ അത് മുതൽ അല്ല, ഞാൻ അത്ര വലിയ പഠിപ്പിച്ചൊന്നുമല്ല. പക്ഷേ പഠിപ്പിച്ചില്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഞാൻ ഭയങ്കര വാല്യൂ കൊടുക്കും. അത് നിയമം എപ്പോഴെങ്കിലും പഠിച്ചാലും കേരള യൂണിവേഴ്സിറ്റി പഠിക്കുന്നുള്ള, കാരണം കേരള യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റെതായ ഒരു വാല്യൂ ഉള്ള ഒരു സ്ഥലമാണ്. അതെ അതെ, കേരളത്തിൽ കുറേ എണ്ണം പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ എടുത്തതിൽ ഒരെണ്ണം കേരള യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ മദ്യം, ഞാൻ ഇന്നാൾ ഒരു യൂട്യൂബിൽ കണ്ടായിരുന്നു, 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപയുടെ ഒക്കെ മദ്യം കണ്ടു. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത?
അല്ല, അത് മദ്യത്തിന്റെ വാല്യൂ നിർണ്ണയിക്കുന്നത് അതിന്റെ ഏജ് ആണ്. എത്ര വർഷം കാസ്കിലിരുന്നു, ഏതൊക്കെ ഗ്രെയിൻസ് കൊണ്ട് അത് മോൾട്ട് ചെയ്തു. ഇപ്പൊ സിംഗിൾ മോൾട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ മോൾട്ടാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ മൾട്ടി മോൾട്ടൺ ഉണ്ട്, ഒരുപാട് ഇതുണ്ട്. പക്ഷെ സിംഗിൾ മോൾട്ടാണ് പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ബർബൺ ഉണ്ട്. ഇപ്പൊ ജാക്ക് ഡാനിയൽസ് വിസ്കി പെടുന്നത് ബർബൺ വിഭാഗത്തിൽപ്പെടുന്നത്. ബർബൺ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ JD ഇഷ്ടപ്പെടുള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. JD അമേരിക്കയിൽ ഒരു കോമൺ ലേമൻ വിസ്കിയാണ്, പക്ഷെ ഇവിടെ വലിയ കാര്യമാണ്. ഇവിടെ ആൾക്കാർക്ക് JD എന്ന് പറഞ്ഞ വലിയ സംഭവമാണ്. അവിടെ വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ജാക്ക് ഡാനിയൽസിന്റെ കുറെ പ്രീമിയം മദ്യങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ തന്നെ ലക്ഷങ്ങൾ വിലയുള്ള ഒരുപാട് മദ്യങ്ങളുണ്ട്. അതിന്റെ ഏജ് അനുസരിച്ചാണ്, ഏജ് അതിന്റെ കാസ്ക്. ഒരു കാസ്കിൽ ഇരുന്നാണ് ഒരു വിസ്കി ഏജ് ആവുന്നത്. ആ കാസ്കിൽ നിന്ന് പുറത്തെടുത്തത് ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ ഏജ് പിന്നെ മരിച്ചതുപോലെ. മറ്റേത് ഇരിക്കും തോറും അതിന്റെ ഇതും വിലയും കൂടിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള പല ഓരോ രാജ്യങ്ങളിൽ വിസ്കി ടൂറൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വിസ്കി ഉണ്ടാക്കുന്ന ഇപ്പോൾ ഞാൻ അത് കണ്ടിരുന്നു, ഒരു മാഗസിനിൽ കണ്ടിരുന്നു. അതായത് വിസ്കി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ ഡിസ്റ്റിലറികളിൽ പോകാനും അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ പല രാജ്യങ്ങളും, സ്കോട്ട്ലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും. സ്കോട്ട്ലാൻഡ് നമ്മൾ സ്കോച്ചിന് സ്ഥലമാണ്. അവിടെ പോകുമ്പോൾ നമുക്കൊരു വിസ്കി ടൂർ എടുക്കാം. നമുക്ക് അവിടെ കൊണ്ടുപോയി വിസ്കി എങ്ങനെ ടേസ്റ്റ് ചെയ്യണം, ഒരു വിസ്കി എങ്ങനെ ഒഴിക്കണം, വിസ്കിയിൽ എത്ര ഐസ് ഇടാം, എത്ര വെള്ളം ഒഴിക്കാം, എങ്ങനെ മണപ്പിക്കണം, എത്ര വെള്ളം ഒഴിക്കാം, വിസ്കി മണപ്പിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഇതൊരു വിസ്കി ഗ്ലാസ് അല്ല, ഇത് വൈൻ ഗ്ലാസ് ഉണ്ട്, ഷാമ്പയിൻ ഗ്ലാസ് എന്ന് പറയുന്നത്. വിസ്കി ഗ്ലാസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വീതിയുള്ള, ഐസ് ഇടാൻ പറ്റുന്ന, ഓൺ ദ റോക്സ് ഒക്കെ ഇടാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ്, പക്ഷെ വൈൻ ഈ വിസ്കി നമ്മൾ അടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മണപ്പിച്ചിട്ട് ഇങ്ങനെ അതിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഫുള്ള് മൗത്ത് ഇങ്ങനെ കറക്കി ഇങ്ങനെയൊക്കെ എടുത്ത് വേണം കഴിക്കാനെന്നുള്ളതാണ് അവർ പറയുന്നത്. നമ്മളെ ആൾക്കാർ എടുക്കുന്നു, ഒറ്റ അടിക്കുന്നു, പിന്നെ അടുത്ത് അടിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ആക്ച്വലി കഴിക്കേണ്ടത് വളരെ സ്ലോ ആയിട്ട്. എന്താ പറയുന്നത്, അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കുഞ്ഞ് അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന പോലെ ഉണഞ്ഞു കുടിക്കുന്നത്. അതിന്റെ ഒരു രീതി. അല്ല, ഇനിയിപ്പോ ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത പുകയിൽ വരും എന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ട് നിൽക്കട്ടെ, അതൊക്കെ വരും. എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഈ തായ്ലാൻഡ് ടൂറിസ്റ്റ്, തായ്ലാൻഡ് നമ്മുടെ ഒരുപാട് പേര് മലയാളികളൊക്കെ ഇപ്പോൾ തായ്ലാൻഡിലേക്ക് പോകുന്നുണ്ട്. താങ്കൾ പോയിട്ടുണ്ടോ തായ്ലാൻഡ്? ഇഷ്ടംപോലെ. എങ്ങനെയാണ് അവിടുത്തെ ഒരു ടൂറിസം? അല്ല, എൻ്റെ അഭിപ്രായം, പലരും പറയുന്നത് വേറെ പല കാര്യങ്ങളും ഒക്കെയാണ്, അതായത് സെക്സ് ടൂറിസം ആണ്, അങ്ങനെയൊക്കെ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ? അവിടെ ചെന്നിറങ്ങിയാൽ നിങ്ങളെ സെക്സ് ചെയ്യാൻ ആരും നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോയി ചെയ്താൽ മതി, മനസ്സിലായില്ലേ? അവിടെ മെസ്സാജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാപ്പി എൻഡിങ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഹാപ്പി എൻഡിങ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. മെസ്സാജിന് ശേഷം നമ്മൾ ഹാപ്പി ആയിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്നത്. ആ ഹാപ്പിനെസ്സിന് വേണ്ടി അവർ എന്ത് ചെയ്യാനും തയ്യാറാണ്. അത് അവരുടെ തൊഴിലായിട്ട് അവരത് കാണുന്നു എന്നുള്ളതാണ്. അതാണ് ഹാപ്പി എൻഡിങ് എന്ന് പറയുന്നത്. അതിപ്പോൾ ആരും നമ്മൾ നിർബന്ധിക്കുന്നില്ല ഹാപ്പി എൻഡിങ് ചെയ്യണമെന്ന്. അപ്പോൾ അവിടെ പോയി ജെനുവിനായിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ പോകുന്നവരുണ്ട്. പിന്നെ ഈ തായ്ലാൻഡിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, എൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഞാൻ പോയി കഴിച്ചിട്ടുള്ളതാണ്. ഈ ടൈഗറിൻ്റെ ബോൾസ്, ടൈഗറിൻ്റെ വൃക്ഷണം, അതിനെ എടുത്തിട്ട് സൂപ്പ് വെച്ചിടുന്നുണ്ട്. അത് വന്ന് കുടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഭയങ്കര എക്സ്പെൻസീവാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ശേഷി ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അത് ശരിയായിരിക്കാം. ടൈഗർ ബോൾസ്, അതിനുവേണ്ടി പുലികളെ വളർത്തി അതിന്റെ ബോൾസ് എടുത്തിട്ട് നമ്മളിപ്പോ ആടിന്റെ മറ്റേ ഇത് കറി വെച്ച് കഴിക്കുന്നുണ്ടല്ലോ, അതെല്ലാം അവിടെ ഒരു വ്യവസായമാണ്. അവിടെ തേളില് കഴിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ കൺട്രീസ് ഓരോ രീതിയിലാണ്. എങ്കിലും നമ്മൾ ഇത്രയും 68 രാജ്യങ്ങൾ സന്ദർശിച്ചു. നമ്മൾ എങ്കിലും ഒരു സാധാരണ ഒരു ശരാശരിക്കാരന് ചിലപ്പോൾ ഒരിടത്ത് പോലും പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ആഗ്രഹങ്ങളുണ്ട്. എങ്കിലും അങ്ങനെയുള്ള ഒരാൾക്ക് മസ്റ്റായിട്ടും, കാരണം നമ്മുടെ പണ്ടത്തെ കാലമല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഈ പലചരക്ക് കട നടത്തി അതിൽ ചെറിയ വരുമാനം കൊണ്ടുപോലും രാജ്യം ചുറ്റുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങനെ മസ്റ്റായിട്ട് കാണേണ്ട രാജ്യം, ഒരു രാജ്യം കാണാൻ അവസരം കിട്ടിയാൽ ഒരു വ്യക്തിയോട് മുകേഷ് ജിയുടെ ഉപദേശം എന്തായിരിക്കും? ഏത് രാജ്യത്ത് പോകാൻ? ആക്ച്വലി ചേട്ടൻ പറഞ്ഞല്ലോ പലചരക്ക് കട നടത്തി. ആക്ച്വലി എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ടീ ഷോപ്പ് ഓണറാണ്. നമ്മളൊരു ഫ്രമേ ഒരു അത്യാവശ്യം ഒരു ഫാമിലിയാണ്. നമ്മൾ നാടൻ ചായക്കട നടത്തി. അപ്പം മറിച്ച് അച്ഛൻ്റെ ഫാമിലി പോകുമ്പോൾ അമ്മയുടെ അച്ഛനാണ് ചായക്കട നടത്തുന്നത്. ഹോട്ടൽ റെസ്റ്റോറൻ്റ് ആണ് ഇപ്പോൾ. അപ്പം അത് അച്ഛൻ്റെ ഫാമിലിയോടും പുള്ളിക്കാരൻ പട്ടാളത്തിലായിരുന്നു. ഐ എം ഫ്രം ഒരു നോർമൽ ഫാമിലി.
നമ്മൾ നോർമൽ ഫാമിലി ആവും, അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ഫാമിലി, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്, അല്ലെങ്കിൽ എബോ മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ് ആവുന്നത് നമ്മുടെ ബൈ ബർത്ത് കിട്ടുന്ന ഒരു സംഭവമാണ്. നമുക്ക് അതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? അത് ഇപ്പം അമേരിക്ക പോകുന്നു, അല്ലെങ്കിൽ UAE പോകുന്നു, അല്ലെങ്കിൽ തായ്ലാൻഡ് പോകുന്നു അല്ല. ആദ്യം നമ്മൾ ജനിച്ച സ്ഥലം നമ്മൾ നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു 80% പോലും ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ എപ്പോഴും തോന്നുന്നില്ല. കാരണം ഇനി എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ അത്രയും ആദ്യം നമ്മളുടെ സ്വന്തം സ്ഥലം നമ്മൾ കാണണം. അത് നമ്മൾ കണ്ടിട്ടില്ലാതെ പിന്നെ വേറെ എന്ത് കണ്ടിട്ട് ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആറാട്ടിൻ്റെ വീഡിയോ ഇല്ല. ഇതുവരെ ആരും അത്തരത്തിൽ ആറാട്ടിന് പോയി പങ്കെടുത്ത് ലോകത്തിൽ ഒരേ ഒരു എയർപോർട്ട് എന്ന് വെച്ചാൽ ലോകത്തിലെ കംപ്ലീറ്റ് അന്നത്തെ 2 ദിവസത്തെ ഫ്ലൈറ്റിൻ്റെ സർക്കുലേഷൻ നിയന്ത്രിക്കുന്നത് തിരുവനന്തപുരം എയർപോർട്ടാണ്. അത് എനിക്ക് വേണമെങ്കിൽ പറയാം ശ്രീപത്മനാഭനാണ്. കാരണം ആ ഒരു എയർപോർട്ട് ക്ലോസ് ചെയ്തിടുകയാണ് 2 ദിവസത്തേക്ക്. കാരണം ലോകത്തിലെ കംപ്ലീറ്റ് ഫ്ലൈറ്റിന്റെ ചാർട്ടിങ് അതോടുകൂടി തെറ്റും. ഈ 5 മണിക്കൂർ വീതം 10 മണിക്കൂർ 2 ദിവസം അടച്ചിടുകയാണ്. അപ്പോഴെന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ എവിടെ അമേരിക്ക ഇരിക്കുന്നവന്റെ ടൈമിംഗ് വരെ മാറും. അവന്റെ പ്ലാൻ നടക്കൂല. കാരണം അതനുസരിച്ച് ഓൾറെഡി ചാർട്ട് ചെയ്തായിരിക്കും, പക്ഷെ അത്രയും നിയന്ത്രിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് അത്രയ്ക്കും വേൾഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ നമ്മൾ ജനിച്ചു. അപ്പോൾ നമ്മൾ ജനിച്ച സ്ഥലം നന്നായി എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഞാൻ മാക്സിമം നോക്കും. ഓരോ പ്രാവശ്യം ഓരോ പുതിയ സ്ഥലങ്ങളിൽ പോകാറുണ്ട്. ഞാൻ ഈ ആറാട്ടിൻ്റെ വീഡിയോ ഇട്ടപ്പോഴും ഒരുപാട് പേർക്ക് പുതിയ അറിവാണ്. അപ്പോൾ അങ്ങനെ ഇന്റർനാഷണൽ എയർപോർട്ടൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഒരു ആറാട്ടം ഉണ്ടാകുന്നത്. ലോകത്തിൽ തന്നെ ഒരേ ഒരു ടെമ്പിൾ പ്രൊസഷൻ ഒരു എയർപോർട്ട് ക്ലോസ് ചെയ്തിട്ട് 2 പ്രാവശ്യം, വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്നത് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭന്റെ ആറാട്ടാണ്. ആ ഒരു ആറാട്ടം എന്ന് പറയുന്നത് നമ്മളുടെ തിരുവനന്തപുരത്ത് ഒരു ഗൂസ്ബംസ്. അതായത് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ദിവസം ഭീമാപ്പള്ളി ഉറൂസ് നടക്കുന്ന ദിവസം നമ്മൾ ഉറൂസിനും പോകും. എല്ലാവരും അങ്ങനെ വെട്ടേടെ വെള്ളിയിലും പോകും. നമ്മളെ തിരുവനന്തപുരത്തിന്റെ ഒരു കോസ്മോപൊളിറ്റൻ കൾച്ചർ എന്ന് പറയുന്നത് അതാണ്. എല്ലാവർക്കും എല്ലായിടത്തും പോവാം, അതിൽ യാതൊരു വിലക്കും ഇല്ല. എല്ലാ സ്ഥലങ്ങളും ഇപ്പൊ വൈകിട്ട് ഇപ്പൊ എന്റെ ഒരു അജണ്ട അതാണ്, ഭീമാപ്പള്ളി ഉറൂസ് കാണാൻ പോവാണ്. ചുമ്മാ അവിടെ പോയി കറങ്ങി അവിടത്തെയൊക്കെ എൻജോയ് ചെയ്ത് പള്ളിയിലൊക്കെ കയറി ഒന്ന് തൊഴിലൊക്കെ തിരിച്ചു വരും. അപ്പൊ അതൊരു പ്രത്യേക അനുഭൂതിയാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ ഇതുണ്ട്. അപ്പോൾ തിരുവനന്തപുരം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ജനിച്ച സ്ഥലം നിങ്ങൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യാം. അതിനുശേഷം അതൊരു വലിയൊരു തോട്ടാണ് കേട്ടോ താങ്കളിപ്പോൾ പറഞ്ഞത്. കാരണം ഞാനിപ്പോഴും തിരുവനന്തപുരം മുഴുവൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇപ്പം തിരുവനന്തപുരത്ത് എത്രയോ സ്ഥലങ്ങൾ നമ്മൾ പോകാത്ത സ്ഥലങ്ങളുണ്ട്, എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് പുതിയ സ്ഥലങ്ങൾ. ഓരോ പ്രാവശ്യം അത് ശ്രമിക്കാറുണ്ട്. പിന്നെ പറ്റുമെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ കാണിക്കാറുണ്ട്. ഈ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള സ്പേസസ് ഉണ്ട്. ഇപ്പോൾ പൊന്മുടി തന്നെ നമ്മൾ പോകാത്ത ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഞാൻ നമ്മുടെ ബ്രൈമൂർ ഒരു ഭാഗത്ത് ഒരു പ്രൈവറ്റ് വാട്ടർഫോൾസ് ഉണ്ട്. ഒരു വീടിന്റെ ബാക്ക് വശത്ത് പ്രൈവറ്റ് വാട്ടർഫോൾസ്. നോർമലി വെള്ളം ഇങ്ങനെ വന്ന് വീണ് അവിടെ ഒരു വലിയ കുഴി, അതിനകത്ത് ഒരു 2-3 പേർക്കൊക്കെ ഇറങ്ങി കുളിക്കാനുള്ള ഗംഭീരമായിട്ടുള്ള ഒരു വാട്ടർഫോൾസ്. അത് അവരിപ്പോൾ അത് റിസോർട്ടാക്കി മാറ്റി. അപ്പോൾ അത്തരം വീഡിയോകൾ. പിന്നെ പാലോട് ഒരു കാട്ടിൻ്റെ അകത്ത് സുമതി ബംഗ്ലാവ് എന്നൊരു ബംഗ്ലാവുണ്ട്. അപ്പോൾ അതൊക്കെ ഇത്ര യാത്രകളിലൂടെ നമ്മൾ കണ്ടുപിടിച്ച് എക്സ്പ്ലോർ. ആ വീഡിയോ കിട്ടാതൊക്കെ 25 മില്യൺ കഴിഞ്ഞ വീഡിയോ ആണ്. അപ്പോൾ ആ ബംഗ്ലാവിലെ വെളിയിലൊരു നാച്ചുറൽ വാട്ടർഫോളാണ്. അത് എപ്പോഴും വെള്ളം ഉണ്ടാവും. ഏത് വരെയുള്ള സമയത്തും അവിടെ വെള്ളമുള്ള സ്ഥലമാണ്. അപ്പോൾ അത്തരം പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്ഥലം. നമ്മുടെ സ്വന്തം സ്ഥലം കാണുന്നില്ല. മറ്റേ അവിടെ പോയി ആംസ്റ്റർഡാമിൽ പോയി അതും വേണം. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യണം. നമ്മുടെ തിരുവനന്തപുരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ജനിച്ച നാട്ടിലില്ലാത്ത ഒരു സാധനം വേറെടുത്തും ഇല്ല. നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളൊക്കെ വലിയ അരുവിക്കര ഡാമിന്റെ കാണാൻ നമ്മൾ വേറെ ഏതെങ്കിലും ഡാമിൽ അരുവിക്കര ഡാമിന് ഒരു ഭംഗിയുണ്ട്. അല്ല, അത് ശരിയാണ് കേട്ടോ. അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പലരും അരുവിക്കര ഡാം കാണാത്ത എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. അവർക്ക് വാല്യൂ ഇല്ല. അവർക്ക് വേണ്ടത് വേറെ ഏതെങ്കിലും ആയിരിക്കും. നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും നമ്മുടെ ഓരോ സ്ഥലത്തിനും അതിൻ്റെ വാല്യൂ ഉണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും ഇഷ്ടമില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് നമ്മളെ നാട്, നമ്മളെ വീട്, നമ്മളെ അമ്മ, ആ ഒരു ഫീൽ എന്ന് പറയുന്നത് നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. എപ്പോഴും ട്രാവലിംഗ് ഉണ്ടെങ്കിലും ഒരു 2-3 ദിവസം നിൽക്കാൻ പറ്റുവാണെങ്കിൽ ട്രിവാൻഡ്രത്ത് നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണെന്ന് തന്നെ ഈ തെങ്ങിൻകളിനെ പറയാം. കുട്ടനാടക ചെന്ന് കഴിഞ്ഞാൽ ഒരു എന്താണ് ഒരു ഞെരിവിരിയാണ്. അപ്പം ഞാൻ അതുവഴി വരികയാണെങ്കിൽ കൃത്യമായിട്ടും കുട്ടനാട് പോയിട്ട് അവിടെ ചെന്ന് കുറേ കള്ളക്കടി ഫുഡ്, പ്രത്യേകിച്ച് ഷാപ്പിലെ ഫുഡിനെ കുറിച്ച് നമുക്ക് കക്ഷിക്ക് പറഞ്ഞു തരേണ്ട കാര്യമല്ലോ. എങ്ങനെയാണ് ഈ കള്ളിനെ കുറിച്ച് നമ്മുടെ താങ്കളുടെ ഒരു എക്സ്പീരിയൻസ്? കള്ളിനെ കുറിച്ച് കള്ള് ഷാപ്പെന്നൊക്കെ പറയുന്നത് ഈ ഏറ്റവും നമുക്ക് കഴിക്കാൻ സേഫ് ആയിട്ടുള്ള ഡ്രിങ്ക് ഒറിജിനൽ കള്ളാണെങ്കിൽ ഏറ്റവും നല്ലത് കള്ളാണ്. കാരണം കള്ള് നാച്ചുറലി കാർബണേറ്റഡ് ആണ്. ഒന്ന്
രണ്ട് അതിൻ്റെ അകത്തുള്ള റിച്ച് സോഴ്സ് ഓഫ് മിനറൽസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ് അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. അത് ആർക്കും അറിയില്ല. അതാണ് അവിടെ ആരും പ്രൊമോട്ട് ചെയ്തില്ല. കള്ളിനെ ഇടിച്ചതായിട്ട് ഇട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം മറിച്ച് നമ്മൾ ബ്രാൻഡുകൾ പ്രീമിയം, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രീമിയം മദ്യം പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കഴിക്കുന്ന ആളാണ്. പ്രൊമോട്ട് ചെയ്യുക മീൻസ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരു രൂപ കള്ളുണ്ട് ഇല്ല, ഒരു ജാക്ക്, അതാണ് പ്രൊമോഷൻ. അത്തരം കാര്യങ്ങൾ ഈ കള്ള് പോലെ കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തിൽ എന്ന് പറയുന്നത് സത്യമായ കാര്യമാണ്. വെള്ളം ചേർക്കാതെ എടുക്കും നല്ലൊരു അമൃതിന് സമമാണ് നല്ല ഇളം കള്ള്. വെള്ളം ചേർക്കാതെ എടുക്കുന്ന അമൃതിന് സമമാണ് ചെത്തി ഇറക്കിയ കള്ളെന്നാണ് പറയുന്നത്, അമൃതാണെന്നാണ് പറയുന്നത്. പക്ഷെ ചെത്തി ഇറക്കിയ കള്ള് നമുക്ക് പ്യൂറായിട്ട് കിട്ടണം. ഞാനൊക്കെ കള്ള് കുടിക്കുന്ന എങ്ങനെയാണ്, തെങ്ങിന്റെ താഴെ പോയി നിൽക്കും. പിന്നെ എനിക്ക് നല്ല കള്ളരിപ്പം മീശയാണ്, കൈ ഇങ്ങനെ വെക്കും, ചെത്തി ഇറക്കിട്ടത് ഇങ്ങനെ ഇവിടെ നിന്ന് കുടിക്കും. ഈ മീശ ഭാഗങ്ങളിൽ മുഴുവൻ ഈ ചെറിയ ചെറിയ പ്രാണികൾ, അതായത് ഒരു ഫിൽറ്റർ പോലെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ എടുത്തിട്ട് അവസരം നമ്മൾ തട്ടിക്കള്. നമ്മുടെ താമസിക്കുന്ന അടുത്ത് തന്നെ കള്ള് ഷാപ്പ്, അവിടെയൊക്കെ നമ്മൾ അത്യാവശ്യം സൗഹൃദ വില ഉള്ളതുകൊണ്ട് പറഞ്ഞ് പറയും പുഞ്ചക്കരി അത് തന്നെ വിളിച്ച് പറയുമ്പോൾ ഈ ചെത്തി ഇറക്കും. അങ്ങനെ കൊടുക്കാൻ പാടില്ലെന്നാണ്. തെങ്ങിന് അവർ ഇറങ്ങൂല, കയറുമ്പോഴേ നമ്മൾ താഴെ നിൽക്കും. ഇറങ്ങി താഴെ പകുതി താഴെ അവൻ താഴെ എത്തുന്നതിന് മുമ്പ് കുടിക്കണം. അവന്റെ അദ്ദേഹത്തിന്റെ കാല് താഴെ തൊടാൻ പാടില്ല. അല്ല, അങ്ങനെ കുടിച്ചാലേ അതിനൊരു മെഡിസിനൽ വാല്യൂ ഉള്ളതെന്ന് പറയുന്നത്. പുള്ളി ഭൂമിയിൽ തൊട്ട് കഴിഞ്ഞാൽ തീർന്നു. കള്ള് ഭൂമിയോട് ചേർന്ന് അതിനു മുമ്പ് ഈ ഭൂമിയിൽ നിന്നും ഇതിന്റെ ഇടയിൽ നിന്നുള്ളൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിന്റെ ഇടയിൽ നമ്മളിങ്ങനെ കൈ വെച്ച് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ആ ഇറം നമ്മള് ഭൂമിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ അടുത്ത് ടച്ച് ചെയ്യുന്ന ഭാഗം നമ്മുടെ ചുണ്ടാണ് ഇവിടെ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ കുടിക്കുന്നത് അതിന്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഇനി ഏത് മറ്റേ പ്രീമിയം സിംഗിൾ മോൾട്ട് അടിച്ചാലും കിട്ടില്ല എന്നുള്ളതാണ് സത്യം. നാടൻ കള്ളെന്നുള്ളത് നാടൻ കള്ള് തന്നെയാണ്. ഒരു മന്ത്രി പോലും പറഞ്ഞിട്ടുണ്ടല്ലോ കള്ള. അപ്പൊ അതാണ് അതിന്റെ ഒരു സംഭവം. നാച്ചുറൽ ആണല്ലോ. അപ്പൊ ഈ സംഭവം പക്ഷേ ഇതാരും പ്രൊമോട്ട് ചെയ്തില്ല. നല്ല ഉഗ്രം കള്ള്. ഇതേ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ നമ്മുടെ ടൂറിസം സാധ്യതകളെ എത്രമാത്രം നമുക്കത് ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ്. ചേട്ടാ, ഈ സത്യം പറഞ്ഞാല് ഇന്ന് വെളിച്ചെണ്ണയുടെ വില, തേങ്ങയുടെ വില, ഇപ്പോൾ ഒരു തേങ്ങ നമ്മളൊരു തേങ്ങ മേടിക്കാനായിട്ട് മിനിമം 25 rupees to 30-40 ഒരൊറ്റ തേങ്ങയാണ്. പക്ഷേ നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പം നമ്മളൊക്കെ ഞാനിപ്പോൾ സ്ഥലമുള്ളതുകൊണ്ട് തെങ്ങുകൾ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്കിപ്പോൾ എൻ്റെ വാല്യൂ അറിയാം. പണ്ടുള്ള തെങ്ങൊക്കെ നമ്മൾ മുറിച്ചു പോകുന്ന ആൾക്കാരാണ്. ഇപ്പം തെങ്ങ് കയറാൻ ആളെ കിട്ടാൻ പാടില്ല. ബംഗാളികൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് എത്ര തെങ്ങ് കയറാൻ ആളുണ്ട്. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഒരു തെങ്ങ് കയറാൻ ഭയങ്കര ഡിമാൻഡാണ്. പിന്നെ അത് ഈ തെങ്ങോളം ഇപ്പൊ ഈ പറയുന്ന കണക്ക് അത്രയും കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിന് കിട്ടുന്ന കള്ള് യൂസ് ചെയ്യുന്നില്ല. അതിന് കിട്ടുന്ന ഓരോരോ സാധനങ്ങൾ ചേട്ടൻ ചെത്തുന്ന കണ്ടിട്ടുണ്ടോ? ആ കൂമ്പ് ഇങ്ങനെ പിടിച്ച് തട്ടി എല്ലുകൊണ്ട് തട്ടി അതിങ്ങനെ എടുത്ത് ആ കുടത്തിൽ അതിങ്ങനെ ഊറി വന്നിരിക്കുന്ന ഒരു സാധനം. അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ അതിലൊരു നുരയുണ്ട്. അതിന് നുര ഈ പഴയ ദൈവങ്ങളുടെ പുരാണങ്ങളിലൊക്കെ എടുത്ത് എല്ലാവരും മദ്യമായിട്ട് ബന്ധപ്പെട്ട പേരുള്ള ഒരുപാട് ശരിയാണ്. അപ്പൊ അതങ്ങനെയുള്ള കാര്യങ്ങളാണ്. കള്ള് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത. നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രമാണ്, വെള്ളായണി ക്ഷേത്രം. അവിടുത്തെ പ്രസാദമായിട്ട് തരുന്നത് കള്ളാണ്. പോയിട്ടില്ല? ഉറപ്പായിട്ട്. അത് അങ്ങനത്തെ ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. പിന്നെ നമ്മുടെ അവിടെ കള്ളും കരുവാടും പ്രസാദം മുത്തപ്പന്റെ അവിടെ. അതുപോലെ ഓരുനട ദുര്യോധന ക്ഷേത്രമുണ്ട് കൊല്ലത്ത്. അവിടെ കള്ളാണ് പ്രസാദം. കള്ളും നമ്മൾ കൊടുക്കുന്ന ഞാനിടയ്ക്ക് ജാക്ക് ഡാനിയൽസ് ഒക്കെ നാടകമുണ്ട്. 150 കുടം കള്ളും ജാക്ക് ഡാനിയൽസും ഒരു നേർച്ച. ഈ ഒരു പരസ്യവാചകം പോലെ പറയുന്നുണ്ട് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന്. പക്ഷെ അത് തെറ്റാണെന്ന് ഞാൻ പറയും. അല്ല, തീർച്ചയായിട്ടും. അത് ഇപ്പം നമ്മൾ ഒരു ട്രാഫിക് വയലേഷൻ തന്നെ എത്രയോ മിനിസ്റ്റേഴ്സിന്റെ വണ്ടികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് വണ്ടികൾ ഇതൊന്നും നോക്കാതെ ഒരു സാധാരണക്കാരൻ പാവപ്പെട്ടവന് CC അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തവൻ അവന്റെ മന്ത്ലി ബഡ്ജറ്റ് തന്നെ തെറ്റിപ്പോവും. ഒരു പോലീസുകാരൻ പിടിച്ച് MPD വിളിച്ച് ഫയർ. ഇന്നലെ ഒരു ഓട്ടോയിൽ എന്തോ സാധനം കയറ്റിക്കൊണ്ട് 20,000 ഫയർ എടുത്തെന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ് നടക്കുന്നത്? അല്ല, ഇന്നിപ്പോ ഞങ്ങള് ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മുടെ ശാസ്തമംഗലം മുതൽ വെള്ളയമ്പലം മുതൽ ശാസ്തമംഗലം വരെ ഒരു പോലീസ് ജീപ്പ് ഒരു SI ഫ്രണ്ട് ഇരിപ്പുണ്ട്, പതിയെ പോവാണ്. അപ്പൊ ഞങ്ങൾ സംശയം തോന്നി നോക്കിയപ്പോൾ ഈ വീഡിയോ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ വണ്ടികളുടെയും വീഡിയോ എടുത്തോണ്ട് പോകാൻ ഫൈൻ അടിച്ചു കൊടുക്കാനായിട്ട്. എത്ര പേർക്ക് ഇതുപോലുള്ള ഞാൻ എത്രയോ പ്രാവശ്യം ഉണ്ട് ഇതുപോലെ സർക്കാർ വണ്ടികൾ. എൻ്റെ ഫോട്ടോസും വീഡിയോസ് ഉണ്ട്. നോൺ പാർക്കിംഗ് ഏരിയ കിടക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എത്ര പേർക്ക് മറ്റേ അതിന് ഉറപ്പുണ്ട്?
പോയി ഒരു കേസ് എടുക്കാൻ ഒരു ഫയൽ ചെയ്യില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ CRPCയും IPCയും BNSും ഉരുട്ടിക്കൊലയും ലോക്കപ്പും അറസ്റ്റും കൈവിലങ്ങും എല്ലാം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ നമ്മുടെ വിഷയം മാറിപ്പോകുന്നുണ്ടെങ്കിൽ പോലും പറഞ്ഞതുകൊണ്ട് പറയണ്ട, ഏതെങ്കിലും വലിയ ആൾക്കാർ ശിക്ഷ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? കേരളത്തിലെ ലോ എന്ന് പറയുന്നത് BNS പെടുന്നതല്ല, ഇത് KNS ആണ്. കാട്ടി കൊടുക്കണം. യു ഷോ മീ ദ മാൻ, ഐ വിൽ ഷോ യു ദ ലോ. ഓരോ ആൾക്കാർക്കും ഓരോ നിയമമാണ് വരുന്നത്. ഓരോ ആൾക്കാർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ ടു പേഴ്സൺ. അതാണ് നമ്മുടെ നാട്. അപ്പൊ ഇനി അങ്ങനെയുള്ള ദുരിതങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, എല്ലാവർക്കും ഒരു നിയമമാവട്ടെ എന്നൊക്കെ നമുക്ക് സംഖ്യ മുദ്രവത്തും കേട്ടോ. എന്റെ ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ കുഴപ്പമില്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സംഖ്യയായാലും എന്തായാലും എനിക്കത് പ്രശ്നമല്ല. നമ്മള് മനുഷ്യരാണ്, നമുക്ക് ജീവിക്കണം. നമ്മൾ പറയാൻ പേടി ചിന്തിക്കില്ല, പലരും അങ്ങനെ ചിന്തിക്കുന്നില്ല. നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു. സുമേഷ് ചേട്ടാ, നമ്മള് പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര നാൾ ഒരാളെ പേടിച്ച് ജീവിക്കുക, അല്ല ഒരു പ്രസ്ഥാനത്തെ പേടിച്ച് ജീവിക്കും. കുറെ ആൾക്കാർ ഇത്രയും വർഷം ജീവിച്ചത് ബോണസ് എന്ന് ഞാൻ കരുതുന്നുള്ളൂ. ഇത്രയും വർഷം ജീവിച്ചത് ബോണസ് തന്നെയാണ്. നല്ല പേപ്പട്ടി കടിച്ചോ വയറിളക്കം പിടിച്ചോ മരിച്ചോ ചെയ്യുന്നല്ലേ. ഇത്രയും വർഷം നമ്മൾ ജീവിച്ചു. നാളെ ഇനിയിപ്പോ അവരെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഈ നമ്മൾ ഈ സത്യം പറയുന്നത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അല്ലേ? അത് നമ്മുടെ ഈ സമൂഹത്തിന് ചെയ്യുന്ന ഒരു പറയുന്നവരോട് ഇപ്പോഴും ദേഷ്യവും അവരെ ശത്രുക്കളായിട്ട് കാണുന്ന. അതുപോലെ അവസാന ചോദ്യം, കാരണം ഒരുപാട് തിരക്കുള്ള ആളാണ്, ഒരുപാട് സമയം ഞങ്ങൾക്ക് വേണ്ടി വിചാരിച്ചതിനേക്കാളും കൂടുതൽ സ്പെൻഡ് ചെയ്തു. എങ്കിലും അവസാനം ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ടൂറിസം, നമ്മുടെ അനന്ത സാധ്യതകളാണ് നമ്മുടെ കേരളത്തിലെ ടൂറിസത്തിനുള്ളത്, ഇന്ത്യയിലെ ടൂറിസത്തിനും പ്രത്യേകിച്ച് കേരളത്തിലെ ടൂറിസത്തിനുള്ളത്. അത് എങ്ങനെ നമുക്കത് ഒരു ഫലപ്രദമായി വിനിയോഗിക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞിട്ടുണ്ട്. അവർ വെറുതെ ഈ പറയുന്ന കണക്ക് ടൂറിസം എന്ന പേരിൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ വിശ്വാസമാണ്, അത് ശരിയാണെന്ന് എനിക്കറിയില്ല. കൂടുതലും ടൂറിസം ബേസ്ഡ് ആയിട്ട് കാണിക്കുന്ന ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ അത് കുറേ ഗിമിക്സായി മാറുകയാണ്. എഫേർട്ടൊക്കെ എടുക്കുന്നുണ്ട് ഗവൺമെന്റ് ട്രൈങ്. ബട്ട് ഉദാഹരണത്തിന് നമ്മുടെ വേളി ടൂറിസ്റ്റ് വില്ലേജിൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്, അത് കഷ്ടിച്ച് 1 മാസം 1.5 മാസമായി എത്ര ലക്ഷം മുടക്കിയത് അത് മുങ്ങിപ്പോയി. അതായത് ഒരു സ്റ്റഡി ചെയ്യാതെ ചെയ്യുകയാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് അത് ക്രാക്ക് വീടുമ്പോൾ ആൾക്കാർ നടക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതിലെല്ലാം ഈ ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കരാറുകളും കരാറുകൾ ഈ പറയുന്ന തന്നിഷ്ടക്കാർക്ക് കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി. അതുകൊണ്ട് നശിക്കുന്നത് ടൂറിസമാണ്. എന്നാൽ പാവപ്പെട്ട ഒരു ഹോം സ്റ്റേ നടത്തി ആകെ നടന്ന ഒരു ടൂറിസം മാത്രമേ ഉള്ളൂ, ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അതായത് റൂം ഫോർ റിവർ അറിയാലോ, നെതർലാൻഡ്സിൽ പോയിട്ടാണ് റൂം ഫോർ. അതായത് റൂം ഇപ്പോൾ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ തമ്പാനൂരിലുള്ള എല്ലാ വീടുകളിലെ റൂമുകളിൽ വെള്ളം കയറില്ല. അപ്പോൾ റൂം ഫോർ റിവർ അത് പ്രവർത്തിക്കൊരു മാറ്റം വരുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് പിന്നെ വിദേശികളൊക്കെ ഇത് വരുമ്പോൾ അവരിതൊരു വലിയ കലോത്സവമായി കാണുകയാണ്. ഇതിന് വള്ളങ്ങളെ സ്നേക്ക് ബോട്ട് റേസിംഗ് എവറി സീസൺ എന്നാണ് ഇതാണ്. പക്ഷെ നമ്മൾ അവർ എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ ഈ എഫേർട്ടിനോടൊപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഈ പറയുന്നില്ല, ഇപ്പം ടൂറിസം എന്ന് പറയുന്നത് ഈ വരുന്ന ഇപ്പോൾ ഒരു വലിയ ടൂറിസം ടീം വരുന്നത് ഡിസംബർ 1-ാം തീയതിയാണെന്ന് വെച്ചു, അല്ലയോ? അന്ന് അവര് ഇവിടെ ഡ്രൈ ഡേ ആണ്. അവര് അവര് പിസ്റ്റ് ഓഫ് ആവും. ഡ്രൈ ഡേയുടെ ആവശ്യം ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, എല്ലാ കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരവനാണ് ഡ്രൈ ഡേ തീരുമാനിക്കുന്നത്. അവനവന്റെ ഡ്രൈ ഡേ അവനവന്റെ ലിവർ വേണമെങ്കിൽ വലിയൊരു തോട്ട് പ്രോസസ് എന്നൊരു സാധനമുണ്ട്. കാരണം നമ്മളിപ്പം 3 മതങ്ങൾ എടുത്താലും അതിൻ്റെ അകത്ത് അവർ തന്നെ അതിനകത്ത് ഡ്രൈ ഡേയ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ശബരിമല പോകുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ വ്രതം എടുക്കുന്ന സമയത്ത് മദ്യപിക്കാറില്ല. ആ ദിവസങ്ങൾ മാത്രമേ അടിക്കാതിരിക്കാറുള്ളൂ, ബാക്കിയെല്ലാം കഴിക്കും. പക്ഷെ അത്രയും ദിവസം നമ്മുടെ ബോഡി നമ്മുടെ ലിവർ നമ്മൾ തന്നെ ക്ലീൻസ് ചെയ്യും. ഇനി മുസ്ലിംസിന് എടുത്താൽ അവർക്ക് റംസാൻ നോമ്പുണ്ട്. ആ സമയത്ത് അവർ മദ്യപിക്കില്ല, വ്രതം എടുക്കാറുണ്ട്. അവരുടെ ബോഡി ക്ലീൻസിങ് മറ്റു കാര്യങ്ങളും അവർ നാച്ചുറലി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന്റെ കാര്യം എടുത്താൽ ഈസ്റ്റർ അത്തരത്തിലുള്ള അവർ നോമ്പെടുക്കുന്നുണ്ട്. 50 നോമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ആ നോമ്പെടുക്കുന്ന സമയത്ത് അവരുടെ ഒരു ബോഡി നമ്മൾ ക്ലീൻസ് ചെയ്യാനുള്ള അവസരം നമുക്ക് റിലീജിയൻ തന്നെ പ്രകൃതി തന്നെ നമുക്ക് തരുന്നു. പക്ഷെ നമ്മളത് ചെയ്താൽ മാത്രമേ ഗുണമുള്ളൂ എന്ന് പറയുന്നത് അവനവന്റെ ട്രൈഡേ തീരുമാനിക്കുന്ന അവനവനാണ്. ഇത്തരത്തിലുള്ള ടൂറിസം ഇപ്പം ഇവിടുത്തെ നമ്മുടെ ഈ മദ്യത്തിൻ്റെ ലഭ്യത അല്ല അതൊക്കെ ടൂറിസത്തിനെ ഒരുപാട് ബാധിക്കും. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ ഇപ്പോൾ കോവളത്ത് ഒരുപാട് ഷാക്സ് ഉണ്ട്. അവിടെ ഒരേ ബാർ ലൈസൻസ് ഉള്ള ഒരൊറ്റ ഷാക്സ്. എന്നാൽ നിങ്ങൾ ചെന്ന് നോക്ക്, അവിടുത്തെ സകല ഷാക്സിലും ബിയർ ഉണ്ട്. പക്ഷെ അത് ലീഗലിയാണോ? അല്ല. പക്ഷെ അവർ കണ്ണടയ്ക്കുന്നില്ലേ? കണ്ണടയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ലീഗലി കൊടുക്കാൻ പാടില്ലാത്ത? അതാണ് എനിക്ക് മനസ്സിലായത്. ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് ഇപ്പൊ ടൂറിസ്റ്റ് സീസണാണ് അവിടെ വരുന്നത്. അപ്പൊ അവർക്ക് ഒരു ലൈസൻസ് മേടിച്ച് അവർക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവരാണ് അവിടുത്തെ ഏത് ചേറിന് അടിയിൽ പോയാലും ബിയറാണ്. അവരുടെ വയറ്റിപ്പഴപ്പാണ്. എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്?
അവർക്ക് ജീവിക്കണം. അവർ ഇത്രയും റെന്റും കൊടുത്ത് കോവളത്ത് ഇതുപോലെ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് ഇവിടുത്തെ ടൂറിസം നല്ലതാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അവർ ഈ കാലിൻ്റെ ഇടയിൽ ഒളിച്ചു കൊടുക്കേണ്ട കാര്യം. അന്തസ്സായിട്ട് ടേബിളിന്റെ അവിടുത്തെ ബീർ ഒഴിച്ച് സായിപ്പന്മാരൊക്കെ കാലിൻ്റെ എടുത്ത് ഒഴിച്ച് കുടിക്കുന്നത് പേടിച്ച് പേടിച്ചിട്ട്. അല്ല, അവര് ജന്മത്തിൽ ലോകത്ത് ഒരു രാജ്യത്ത് അവർ ഇത്തരത്തിൽ ഒരു പിന്നെ ഒരു അറ്റ്മോസ്ഫിയറിൽ അടിച്ചു കാണില്ല. എന്നാൽ കേരളത്തിന്റെ നെടുന്തൂണ് നട്ടല് ജീവനാടി എന്ന് പറയുന്നത് ഈ വ്യവസായം. അല്ല, ഈ കുടിയന്മാര് ഒരാഴ്ച കൂടി നിർത്തി കഴിഞ്ഞാൽ തീരാവുന്നുള്ള ഒരു അഹങ്കാരമേ ഇപ്പൊ സർക്കാരിനുള്ളൂ. ഒരാഴ്ച വേണ്ട, ഒരു ദിവസം. അപ്പൊ എന്തായാലും ഒരു ചോദ്യത്തോടു കൂടി അവസാനിപ്പിക്കാമെന്ന് കരുതിയെങ്കിൽ ഈ വാച്ച് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ബ്രാൻഡഡ് സാധനങ്ങളുടെ ആളാണല്ലേ. ഈ ബ്രാൻഡുകളുണ്ട് ഒരുപാട്. വാച്ച് പ്രത്യേകിച്ച് ഇഷ്ടം, വാച്ച്, സൺഗ്ലാസ്, അങ്ങനെ കുറെ സാധനങ്ങൾ വലിയ ഇഷ്ടമുള്ള ആളാണ്. പ്രത്യേകിച്ച് വാച്ചിനോട് ഒരു ഇതാണ്. പിന്നെ ഈ എന്താ പറയാ, നമ്മൾ ഈ വാച്ചിന് ഓരോ സത്യമുണ്ട്. നമ്മൾ ഓരോ വാച്ചിനും ഓരോ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി ഉണ്ട്. ഞാൻ ചില വാച്ച് ഇടുമ്പോൾ വളരെ നല്ലതാണെങ്കിൽ പിന്നെ ആ വാച്ച് എപ്പോഴും കൂടുതൽ യൂസ് ചെയ്യാൻ ശ്രമിക്കും. കാരണം നമ്മളുടെ സമയമാണല്ലോ. അത് നല്ല വാച്ച് ഉപയോഗിച്ചാൽ നല്ല സമയം കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല. ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഇത് കിട്ടിയതിന് ശേഷം ഭയങ്കര ഫോർച്ചുനേറ്റ് ആണെങ്കിൽ അത് നല്ല വാച്ചാണ്. അതാണ് നമ്മുടെ. അല്ല, ബ്രാൻഡിന് വാല്യൂ എടുക്കുന്നുണ്ട്. പക്ഷെ കൈ കിട്ടുമ്പോൾ നല്ലത് സംഭവിക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ലക്കി ആയിട്ടുള്ളത്. ഇനിയും ഞാൻ ചോദ്യമല്ല കേട്ടോ, ഒറ്റ ചോദ്യം, ഇത് അവസാനിപ്പിക്കുകയാണ്. അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു, ഒരു സെലിബ്രിറ്റിയെ ആണ് എല്ലാവരും, സെലിബ്രിറ്റിയാണ് ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഇതൊക്കെയാണ്. എന്താണ് ഇനിയുള്ള ഒരാഗ്രഹം, അതായത് ഏറ്റവും വലിയ ഒരാഗ്രഹം? അല്ല, ഞാൻ ഈ എല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന കൂട്ടത്തിലായതുകൊണ്ട് സംഭവിച്ചതായിരിക്കാം. ഞാൻ ഈ പറഞ്ഞ എക്സൈസ് 3 കേസ് എടുത്ത സമയത്ത് ദുബായിൽ പോയി ഞാൻ ബാർ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് എൻ്റെ 2 സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഇപ്പോൾ 3 എണ്ണം ഉണ്ട്. ദുബായിൽ 3 ബാറുണ്ട്. തീർച്ചയായിട്ടും പാർട്ണർഷിപ്പായിട്ടാണ്. അങ്ങനെ സുഹൃത്തുക്കൾ വഴി അവർ വന്നു, നമുക്കൊരെണ്ണം ദുബായ്, ഇവിടെ പ്രശ്നങ്ങളാണല്ലോ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നന്നായിട്ട് പോകുന്നുണ്ട്. ഒന്ന് ദേറയിലും, പിന്നെ ഈ ദേറയിലുള്ളതാണ് വളരെ നന്നായിട്ട് പോകുന്നത്. പിന്നെ മസാലിസിൽ പറഞ്ഞുണ്ട്, പിന്നെ നമ്മുടെ കരാറില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഒറ്റയ്ക്കല്ല കേട്ടോ, ഫ്രണ്ട്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നമ്മളിവിടെ ട്രാവലിംഗ് ഒക്കെ ആയിട്ട് അവരാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആദ്യത്തെ വർക്കിംഗ് പാർട്ണറായിട്ടാണ് പോയത്. പിന്നെ ബാക്കി 2 എണ്ണത്തിൽ ഇൻവെസ്റ്റർ പാർട്ണറായി പോയി. പക്ഷേ അതുപോലെ നല്ലൊരു, നമ്മളെ കേരളത്തിന് സാധാരണക്കാർക്ക് നല്ല ക്വാളിറ്റിയിൽ നല്ല ഗംഭീരമായിട്ടുള്ള ഭക്ഷണവും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ബാർ കേരളത്തിൽ തുടങ്ങണം എന്നുള്ളതാണ്. ഉദ്ഘാടന ദിവസം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കണം. ഒരു എന്താണ്, ഒരു പ്രകമ്പനം കൊള്ളിക്കണം കേരളത്തിന്. അല്ല, അതൊരു വലിയ ഇഷ്ടമുള്ളൊരു കാര്യം. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണല്ലോ എനിക്ക് താല്പര്യം. എനിക്കിപ്പം അല്ല, എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതിന് നമ്മൾ ആരുടെയും, നമുക്ക് പലപ്പോഴും പ്രതിബന്ധങ്ങൾ, നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളോട് അടുപ്പമുള്ളവർ, അവർക്ക് എന്ത് തോന്നുന്നു, ഇവർക്ക് അത് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ആ ചിന്ത. എല്ലാവരും എന്നിലും ആ ചിന്ത ഉണ്ടായിരുന്നു, അത് മാറ്റി വയ്ക്കുക. ഇന്ന് നമ്മളുണ്ട്, അടുത്ത നിമിഷം ഉള്ള എന്താണ് നമുക്ക് പ്രവചിക്കാൻ കഴിയും. എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ, ഐ ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്റ്റ് മൊമെന്റ്. ദിസ് ഈസ് ദ മൊമെന്റ്, മേക്ക് ഇറ്റ് പെർഫെക്റ്റ് ആൻഡ് ലീവ് ഇറ്റ് എന്നാണ്. അല്ല, നമ്മളിപ്പോൾ നാളെ ആയിരിക്കും ഇതിന് ബെസ്റ്റ് ടൈം. ഇപ്പം ഞാനിപ്പോൾ ഒരു സാധനം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം തുടങ്ങാം, ആ ഒരു സെറ്റപ്പ് എനിക്കില്ല. ഞാനത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ആരും വെയിറ്റ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഒരു കാര്യം തുടങ്ങാതെ നിങ്ങളത് ഇപ്പോഴും ഈ മൊമെന്റ് ചെയ്ത് തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും, എപ്പോൾ ചെയ്തോണം. നാളെ എന്താണ്, മറ്റന്നാൾ എന്താണ്, അത് അറിയാൻ കഴിയില്ല. പിന്നെ നമ്മൾ ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്റ്റ് മൊമെന്റ്, ടേക്ക് ദ മൊമെന്റ്, മേക്ക് ദ മൊമെന്റ് പെർഫെക്റ്റ് ആൻഡ് ലീവ് ഇറ്റ് എന്നാണ്. അതാണ് നമ്മളൊരു പോളിസി. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിന്, DN ന്യൂസിൻ്റെ ഇൻ്റർവ്യൂവിന് ലോകത്തെ എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കാനും ഒരുപാട് അനുഭവങ്ങൾ കൂടുതലായി പറയാനും താങ്കളുടെ ആഗ്രഹം പോലെ കേരളത്തിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ബാർ തുടങ്ങാൻ സാധാരണക്കാർക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് ഡ്രിങ്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്കെല്ലാം ഇത് ചെയ്യാൻ. അല്ല, താങ്കൾ ബാർ തുടങ്ങി ഇവിടെ പൂട്ടി പോകും മറ്റു ബാറുകൾ, കേട്ടോ, ഉറപ്പാണ്. അല്ലാതെ നമ്മളത് ഒരു ഗംഭീരമാണ്. കാരണം ഒരു സാധനം എല്ലാവർക്കും ഇതൊരു കൾച്ചറാണ്. ഇപ്പോൾ ബാർ എന്ന് വെച്ചാൽ എല്ലാവർക്കും നെറ്റ് കൊടുക്കും, ഫാമിലി അങ്ങോട്ട് പോകില്ല. പക്ഷെ നമ്മൾ ഈ കേരളത്തിലൊക്കെയാണ് അങ്ങനെ, മറിച്ച് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഫാമിലി. അല്ല, നമ്മൾ അങ്ങനെയാണെന്ന് കരുതരുത്. കാരണം ഇപ്പം എന്താണ്, ഈ നമ്മുടെ ഇവിടെ ലൂസിയലൊക്കെ പോയി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫാമിലീസ് വന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു ബാറിന്റെ പേര് ഞാൻ പറയുന്നില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ റൂബിയല്ല, വേറൊരു യൂണിഫോം ഇട്ടുകൊണ്ടാണ് പെൺകുട്ടികൾ അടക്കമുള്ളവർ വന്നിരുന്നത്. അവരുടെ ഇഷ്ടമല്ലേ.
18 വയസ്സ് ചെയ്ത ഒരാൾക്ക് മദ്യപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ മദ്യപിക്കുന്നത് തെറ്റൊന്നുമില്ല. ഇത് എങ്ങനെ മദ്യപിക്കുന്നു, എപ്പോൾ മദ്യപിക്കുന്നു എന്നുള്ളത് മാത്രമാണ്, ആരുടെ കൂടെ മദ്യപിക്കുന്നു എന്നുള്ളതാണ് ഫാക്ടർ. ഒരു തെറ്റിയൊരു തെറ്റില്ല. ഇപ്പോൾ എപ്പോൾ മദ്യപിക്കണം, എങ്ങനെ മദ്യപിക്കണം, ആരുടെ കൂടെ മദ്യപിക്കണം, ഈ 3 ഫാക്ടറും പോസിറ്റീവ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. 4ാമത് ഒരെണ്ണം കൊണ്ട് എത്ര എന്നുള്ളത്. ഇത് പറഞ്ഞല്ലോ മെൻ വേർ ആൻഡ് ഹൗ എന്ന് പറയുന്നതല്ല, വിച്ച് ആൻഡ് ഹൗ എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനം മദ്യപാനത്തിലുണ്ട്. അത് വലിയൊരു ഫാക്ടറാണ്. ആ ഫാക്ടർ കറക്റ്റ് ആയി കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും വളരെ നാളുകളായി നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്യുകയാണ്. പക്ഷേ ഇന്ന് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മുകേഷ് തിരക്ക് ഇല്ലാതെ ഇന്ന് നമുക്ക് കിട്ടി. അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. എന്തായാലും നിങ്ങളൊക്കെ സംസാരിക്കാനല്ലേ എനിക്ക് നമ്മൾ പറയേണ്ടത്. നമ്മൾ ഈ വീഡിയോസ് കാണുന്നതിനപ്പുറം നമ്മളെ കൂടുതൽ ആൾക്കാർ അറിയുന്നത് ഇതുപോലുള്ള ഇൻ്റർവ്യൂകളിലാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളോ തുറന്നു പറയാനുള്ള നല്ല ചോദ്യങ്ങൾ ചോദിച്ചത് വളരെ നന്ദി. എന്തായാലും വളരെ നന്ദി. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.